സൈസ് ഫുള്ളായി എന്ന് തോന്നുന്നു. മിക്കവാറും ആൾക്കാരുടെ വീടുകളിൽ ബൈക്കും കാറൊക്കെ ഉണ്ടാവും. അതിപ്പോൾ അതുള്ളതുകൊണ്ട് പിന്നെ നടക്കാൻ പോകാനും സൈക്കിൾ ഓടിക്കാനൊക്കെ ഒരു മടിയുണ്ടാവും. പക്ഷേ സൈക്ലിംഗ് എന്ന് പറയുന്നത് വളരെയധികം വ്യായാമം കിട്ടുന്നൊരു കാര്യമാണ്. ഫസ്റ്റിൽ നീന്തലാണ് പറയണത്, അത് കഴിഞ്ഞാൽ സൈക്ലിംഗ് ആണ്, പിന്നെയാണ് നടത്തം പറയണത്. അപ്പോൾ നമ്മൾ ബൈക്കുണ്ടെങ്കിലും ഒരു സൈക്കിൾ വാങ്ങിയിട്ട് ദിവസം കുറച്ച് കിലോമീറ്റർ ഓടിക്കണമെന്നാണ് എൻ്റെ അപേക്ഷ. അപ്പോൾ ഞാനിതിൻ്റെ ഒരു അനുഭവം പറയാം. ഇവിടെ എൻ്റെ അടുത്ത് ഒരു വേലായുധേട്ടൻ വേണ്ടി ഒരാളുണ്ട്. അയാൾ സെക്യൂരിറ്റി ആയിരുന്നു. അയാൾക്ക് 60 വയസ്സ് കഴിഞ്ഞു, ഒരു രോഗവുമില്ല. ഡെയിലി 30 കിലോമീറ്റർ ദൂരം സൈക്കിൾ ഓട്ടും. ഇവിടെ എലപ്പുള്ളി അല്ലേ, എലപ്പുള്ളിയിലാണ് വീട്. അപ്പോൾ അയാൾ അതിനെ പറ്റിയിട്ട് അയാളുടെ അനുഭവം ഇപ്പോൾ ഷെയർ ചെയ്യും. ഇതാ പറഞ്ഞോളൂ. ഇപ്പോൾ സൗണ്ട് പറയും. ഞാനൊരു 53 വർഷമാവും സൈക്ലിങ് തുടങ്ങിയിട്ട്. അപ്പോൾ ഇതുവരെ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ സൈക്കിളിലാണ് പോകുന്നത്. മകളുടെ വീട് കോട്ടായി, പിന്നെ വലിയ മകളുടെ വീട് ഓലശ്ശേരി, അവിടെയെല്ലാം ഞാൻ സൈക്കിളിലാണ് യാത്ര ചെയ്യുന്നത്. ദേഹത്തിന് ശരീരത്തിന് ദോഷം ചെയ്യുന്ന ഒരു പ്രവൃത്തിയും അധികം കയ്യിലില്ല. അപ്പോൾ മിക്കവാറും എനിക്ക് അസുഖങ്ങളൊന്നും ഇല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് കുഴപ്പമൊന്നുമില്ല. എവിടുന്ന് ഏതുവരെ ചവിട്ടും സൈക്കിൾ? ഞാൻ ഡെയിലി ഒരു 30 കിലോമീറ്റർ ചവിട്ടും. എവിടുന്ന് ഏതുവരെ പറയൂ? ഞാൻ എലപ്പുള്ളി, പാറ, കഞ്ചിക്കോട്, പാലക്കാട്, മൈതാനം, ഒരു വലം, 1-2 വലം സൗകര്യം പോലെ ചെയ്യും. അപ്പോൾ എപ്പോഴും ഡെയിലി 30 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടിയിട്ട് വീട്ടിലിരിക്കുകയുള്ളൂ. രോഗമൊന്നുമില്ല? അപ്പോൾ കാര്യമായിട്ട് അസുഖമൊന്നുമില്ല. 60 വയസ്സ് കഴിഞ്ഞു. 65 വയസ്സ് കഴിഞ്ഞു. സെക്യൂരിറ്റി ആയിട്ട് എത്ര കാലം വർക്ക് ചെയ്തു? 40 കൊല്ലം വർക്ക് ചെയ്തിട്ടുണ്ടാവും. 40 കൊല്ലം സെക്യൂരിറ്റി ആയി വർക്ക് ചെയ്ത ആളാണ്. ഇത് നമുക്കെല്ലാവർക്കും അതൊരു പ്രേരണ ആവണം. 60 വയസ്സായ ആൾക്ക് രോഗമില്ലാതിരിക്കുമ്പോൾ ഈ സൈക്ലിംഗ് അത്രമാത്രം ഉപകാരമാണെന്നുള്ളത്. അതിനാണ് ഇപ്പം ഞാൻ വേലായേട്ടനെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തി തന്നത്. എന്താ പറയാനുള്ളത് ജനങ്ങളോടായിട്ട്? നിങ്ങൾ പലപ്പോഴും പല സ്ഥലത്തും വെച്ച് എന്നെ കണ്ടിട്ടുണ്ടാവും. എന്തായാലും എല്ലാവർക്കും ഒരു പ്രചോദനമാവട്ടെ, സൈക്കിൾ ചവിട്ടണമെന്ന് പറയാം. എക്സസൈസ് സൈക്കിളിലൂടെ ആയാൽ നിങ്ങൾക്ക് ഞാടി ഞരമ്പുകളിൽ ഇളകി രക്തം നല്ല സർക്കുലേഷനായിട്ട് ശരീരത്തിന് ദോഷമൊന്നും ചെയ്യാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും. അതാണ് ആരോഗ്യപരമായിട്ട് എല്ലാവർക്കും ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സർവശക്തനായിട്ടുള്ള ഈശ്വരനോടും നമസ്കാരം. ബി പിയും ഷുഗറൊന്നും ഇല്ലല്ലോ? ഉണ്ടോ? ഒന്നുമില്ല. ബി പി ഷുഗർ, കൊളസ്ട്രോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല. അതാണ് എൻ്റെ ഭാഗ്യം. എല്ലാവർക്കും നമസ്കാരം.